ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 11-ാം തീയതി 316-ാമത്തെ ദിവസത്തിലെത്തി. കാഴ്ചയിൽ ഭ്രമിച്ചു പോകുന്ന, വളരെ വേഗം ചില ധാരണകളിലും തീരുമാനങ്ങളിലും എത്തുന്ന, പിന്നീടത് വലിയ അബദ്ധമായി മിക്കവാറും മാറുന്ന അവസ്ഥയിലേക്കാണ് ഓരോ മനുഷ്യ ജീവിതവും നടന്നെത്തുന്നത്. പെട്ടെന്ന് ആകർഷിക്കുന്ന മായ കാഴ്ചകളിലാണ് മിക്കവർക്കും ഇഷ്ടം. അത് ഭക്ഷണമായാലും വസ്ത്രമായാലും വീടായാലും മനുഷ്യരായാലും ഓരോന്നിൻ്റെയും യഥാർത്ഥ മൂല്യമറിയാനുള്ള ധ്യാനമോ ക്ഷമയോ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. തേനൂറുന്ന ചില വാക്കുകളിലും സ്നേഹം ദ്യോതിപ്പിക്കുന്ന ചില പ്രവൃത്തികളിലുമൊക്കെ മനസ്സ് മയങ്ങി ജീവിതം തകരുന്ന കൗമാരക്കാരായ എത്രയോ പെൺകുട്ടികളെ ഈ കാലത്തിൻ്റെ ഓരോ ദിനങ്ങളിലും നമുക്കിടയിൽ കണ്ടെത്തുന്നുണ്ട്, ആവർത്തിക്കപ്പെടുന്നുണ്ട്. മുമ്പിൽ തെളിയുന്ന കാഴ്ചകളുടെ നേരും നിറവും തിരിച്ചറിയാൻ വേണ്ട കരുതലും ആത്മീയതയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഈ മായക്കാഴ്ചകളെയൊക്കെ ഒന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത്? എത്ര വേഗമാണ് നമ്മൾ പുറമേയുള്ള ചില ഭ്രമങ്ങളിൽപ്പെട്ട് ഒരു തീരുമാനത്തിൽ, അവസാന തീരുമാനത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച് എത്തുന്നത്. മനം മയക്കുന്ന സാധ്യതകൾക്ക് മുമ്പിലാണ് ക്രിസ്തുയേശുവിന് ആ മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ, ആ കഠിനമായ പരീക്ഷകൾ ഉണ്ടായതെന്ന് മറന്നുപോകരുത്. കല്ലുകളെ അപ്പമാക്കുന്നതും ദേവാലയ മുകളിൽ നിന്ന് ചാടുന്നതും തിന്മയുടെ മുമ്പിൽ ഒരു തവണ ഒരു നൊടിനേരം ശിരസ് നമിച്ച് ലോകം മുഴുവൻ നേടുന്നതുമൊക്കെ പ്രത്യക്ഷത്തിൽ എത്ര ആകർഷകവും പ്രലോഭനീയവുമായിരുന്നു. എത്ര വലിയ നേട്ടമായിരുന്നു അത്. പക്ഷെ അവയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന ആ ഗൂഢ അന്ധകാരത്തെ യേശു ഇത്ര വ്യക്തമായിട്ട് വേഗത്തിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ തെളിയുന്ന വർണ്ണ സബളമയിലല്ല, അതിന് പിന്നിലെ വാസ്തവങ്ങൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് കാഴ്ചയ്ക്കുമപ്പുറത്ത് ഉൾക്കാഴ്ച സ്വരൂപിച്ചേ മതിയാവും. ഓർത്തു നോക്കിക്കേ, സിനിമയും മറ്റ് കലാരൂപങ്ങളും, എന്തിന് മതാത്മക ചിഹ്നങ്ങൾ പോലും ബാഹ്യമോടിയിലും ആൾക്കൂട്ടങ്ങളുടെ ആഘോഷങ്ങളിലും മാത്രം ശ്രദ്ധ ആകർഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനുണ്ടായിരുന്ന കാഴ്ചയുടെ വ്യക്തതയായിരിക്കണം ഇനി നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല. യേശുവിൻ്റെ ഒരു സങ്കടം നിറഞ്ഞ ഒരു പരാതിയല്ലേ അത്? വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്കത് വായിച്ചു കിട്ടുന്നു. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇതേ അധ്യായത്തിൽ മനുഷ്യരെ കാണുന്ന ഒരുവൻ പറയുകയാണ്, ഞാൻ മരങ്ങളെ പോലെയാണ് അവരെ കാണുന്നത്. കാഴ്ചയൊക്കെ എത്രമാത്രം അപൂർണമായി പോകുന്നു, എത്രമാത്രം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. തീർച്ചയായിട്ടും ആ അകക്കാമ്പുള്ള ആ ക്രിസ്തുയേശുവിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഒന്ന് എത്തിച്ചേരാം. എളുപ്പമല്ല, കുറച്ച് അഗാധമായ അധ്വാനങ്ങൾ ഇതിന് ആവശ്യമാണ് താനും. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.